Hello, Assalamu alaikum. Welcome to Bakes and Curries. ഇന്ന് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറച്ചൊരു വ്യത്യാസമായിട്ടുള്ള ഒരു ചപ്പാത്തിയുടെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ സാധാരണ ചപ്പാത്തി തന്നെ, പക്ഷേ അതിലേക്ക് നമ്മൾ കുറച്ച് ചീരയും കൂടി ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ടുള്ളത്. പൊതുവേ പിള്ളേർക്കൊക്കെ ചീര കഴിക്കാൻ കുറച്ചൊരു മടിയുള്ള കൂട്ടത്തിലാണല്ലോ. എൻ്റെ പിള്ളേർക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ചപ്പാത്തിയൊക്കെ ആക്കി കൊടുത്തു കഴിയുമ്പോൾ അവർ ആ ഒരു കളറൊക്കെ കാണുമ്പോൾ മടിയില്ലാതെ കഴിച്ചോളും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് അമ്രാച്ചിയുടെ ഫ്രണ്ട് ശ്രീജിത്തേട്ടനാണ്. അപ്പം ചേട്ടൻ ഇവിടെ അബുദാബിയിലുള്ള ഒരു പാലസിലെ ഷെഫാണ്. അപ്പോൾ ചേട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 100 ഗ്രാം പാലക്ക് ചീരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ചീര വേണമെങ്കിലും നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം കേട്ടോ. ആദ്യം നമുക്ക് ഈ ചീര എല്ലാം ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ ഈ കഴുകിയെടുത്ത ചീര നമ്മൾ ബോയിൽ ചെയ്ത വെള്ളത്തിലിട്ട് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ അത് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് അതാണ് നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുമ്പോൾ ആ മാവിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചൂടുവെള്ളത്തിലേക്ക് ഇടുന്നതിന് മുമ്പ് നമുക്ക് ഈ ചീരയുടെ തണ്ടൊക്കെ ജസ്റ്റ് ഒന്ന് മുറിച്ച് മാറ്റാം. ഇത് കളയാതെ മാറ്റി വെച്ചിട്ട് നമ്മൾ തോരൻ വയ്ക്കുമ്പോൾ അതിലേക്ക് ചേർത്തിട്ട് അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ കുറച്ച് വെള്ളം നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം വയ്ക്കുമ്പോൾ ചീര അതിൽ നന്നായിട്ട് മുങ്ങി കിടക്കാൻ പാകത്തിനുള്ളത്ര നമ്മൾ വെള്ളം വയ്ക്കണം കേട്ടോ. ഇത് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റണം. അതായത് മാക്സിമം 1 മിനിറ്റ് അത്ര മാത്രം മതിയാവും. കുറേ സമയം വെള്ളത്തിലിട്ട് വെച്ചാൽ ഇപ്പോൾ ഉള്ള ഗ്രീനിഷ് കളർ മാറിയിട്ട് ഒരു ഡാർക്ക് ഗ്രീൻ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ലൊരു ഗ്രീൻ കളർ കിട്ടില്ല, ഒരു ഡാർക്കായിട്ടിരിക്കും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളണേ. ഇപ്പോൾ ഇലകളൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റാം ഇനി. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതിയാകും. ഇനി ഇതിൻ്റെ ചൂടൊക്കെ മാറിക്കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും തരിതരിപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെയാണ് ഞാനിത് അരച്ചെടുത്തത്. പിന്നെ ഇതുപോലെ അരഞ്ഞു വരാനുള്ള വെള്ളം ഇല്ലയെന്ന് തോന്നുവാണെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചപ്പാത്തിക്കുള്ള മാവ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനു വേണ്ടി 250 ml കപ്പിൽ 2 കപ്പ് ആട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുമ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ ചുട്ടെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഓയിൽ വേണ്ടെങ്കിൽ നെയ്യാണെങ്കിലും ചേർത്താൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് അരച്ചു വെച്ച ചീര കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ ഇതിലേക്ക് മിക്സി കഴുകിയിട്ട് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഞാനിത് കുഴച്ചെടുത്ത് കഴിയുമ്പോൾ എത്രയാണെന്നുള്ളത് കറക്റ്റായിട്ട് പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയുടെ മാവ് ഇവിടെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ മൊത്തത്തിൽ 1 കപ്പ് വെള്ളമാണ് ചേർത്തത്. അതായത് 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം. അപ്പോൾ ഞാൻ മിക്സി കഴുകിയെടുത്ത ആ വെള്ളം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ 1 കപ്പ് വെള്ളം എന്ന് പറഞ്ഞത്. ഇനി ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. നമ്മുടെ മാവിന് ഇവിടെ നല്ലൊരു ഗ്രീനിഷ് കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ലൊരു കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ ചീര ചൂടുവെള്ളത്തിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ എടുക്കണം. ഇനി ഈ ബോൾ ഓരോന്നായിട്ട് പരത്തിയെടുത്തിട്ട് ചപ്പാത്തി നമുക്ക് ചുട്ടെടുക്കാം. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു. നമ്മൾ ചപ്പാത്തിക്ക് വെള്ളം ചേർക്കുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അത് 1 കപ്പ് വെള്ളമാണ് ഞാൻ ചേർക്കാൻ പറഞ്ഞത്. അപ്പോൾ അത് മൊത്തത്തിൽ ഒരുമിച്ച് ഒഴിക്കാതെ കുറേശ്ശെയായിട്ട് കുഴയ്ക്കുന്നതനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെന്താ, വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കല്ലേ. പിന്നെ ഇഷ്ടപ്പെട്ട വീഡിയോസൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് മറക്കാതെ ഷെയർ ചെയ്തും കൂടെ കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ചപ്പാത്തി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചുട്ടെടുക്കുന്ന സമയത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ വേണമെങ്കിൽ ചേർത്തിട്ട് ചുട്ടെടുക്കാം. ഇനിയിപ്പോൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഈ ചപ്പാത്തി നല്ല ചൂടോടെ കഴിക്കുമ്പോൾ ചീര ചേർത്തുണ്ടാക്കിയതൊന്നും പിള്ളേർക്ക് തോന്നുകയില്ല. സാധാരണ നമ്മൾ ചപ്പാത്തി കഴിക്കുന്ന പോലെ തന്നെ തോന്നുള്ളൂ. ഇത് കറി കൂട്ടിയിട്ടും കഴിക്കാം, അല്ലെങ്കിൽ നമ്മൾ സാൻഡ്വിച്ചൊക്കെ പോലെ ആക്കിയിട്ട് ചിക്കനൊക്കെ വെച്ച് വെജിറ്റബിളും ഒക്കെ വെച്ചിട്ട് സാൻഡ്വിച്ച് ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ സ്കൂളിലൊക്കെ കൊടുത്തുവിടാനും നല്ലതാണ് കേട്ടോ. ഒരുപാട് പൊങ്ങിയൊന്നും വന്നിട്ടില്ലെങ്കിലും ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്.
അപ്പോൾ ഇന്നത്തെ ഹെൽത്തി ആയിട്ടുള്ള ചപ്പാത്തിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെയ്തു നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്സൊക്കെ പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്